നമസ്കാരം, വെൽക്കം ടു ലവ്ലി മാഷപ്പ്. ഇറ്റ്സ് മീ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നീർക്കെട്ട്, നീരിറക്കം, തലനീരിറക്കം അങ്ങനെയുള്ള പല പല വേർഡ്സ് നമ്മൾ പരിചിതമാണല്ലേ, നമുക്ക് അറിയാം. നമ്മൾ പല പ്രാവശ്യമായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ഒരു തൊണ്ടവേദന വന്നാലോ, അല്ലെങ്കിൽ നടുവേദന വന്നാലോ, അല്ലെങ്കിൽ കഴുത്ത് വേദന വന്നാലോ ഒക്കെ നമ്മൾ പറയാറുണ്ട് അത് നീർക്കെട്ട് കൊണ്ടുള്ള പ്രശ്നമാവാം. അല്ലെങ്കിൽ തൊണ്ടവേദന, ചെവിവേദന ഒക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയാം അത് തലനീരിറക്കമാണ് അല്ലേ. അപ്പോൾ ആക്ച്വലി എന്താണ് തലനീരിറക്കം, അല്ലാണ്ട് എന്താണ് നീർക്കെട്ട്, എന്താണ് നീരിറക്കം എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അറിയേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കഴുത്തിലോ നടുവിലോ നെഞ്ചിലോ ഒക്കെ നമുക്ക് നീർക്കെട്ട് കാരണമുള്ള വേദന അനുഭവപ്പെടാം. അപ്പോൾ എന്താണ് ഈ നീർക്കെട്ട്? സാധാരണയായിട്ട് നമ്മുടെ മസിൽസിലോ അല്ലെങ്കിൽ മസിൽസിനെ കവർ ചെയ്തിരിക്കുന്ന ഫേഷ്യ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു പാളി കേട്ടോ, മസിലിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന, അപ്പോൾ ആ ഫേഷ്യയിലൊക്കെ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ കൊണ്ടുണ്ടാവുന്ന ഫ്ലൂയിഡ് അക്യുമുലേഷൻ, അതായത് നീര് ഫ്ലൂയിഡ് അതിങ്ങനെ അക്യുമുലേറ്റ് ആയിട്ട് നിൽക്കുന്നതിനാണ് നമ്മൾ നീർക്കെട്ട് അല്ലെങ്കിൽ നീരിറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സാധാരണ നമ്മുടെ മസിൽസ് ഒരു പാളി പോലെ ആയിട്ടാണ് ഉണ്ടാവാറ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത്, നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് ഒക്കെ ഈ മസിൽസ് സ്ട്രെച്ച് ആവുകയും അത് കഴിഞ്ഞ ശേഷം നോർമൽ റിലാക്സ് ആയി വരികയും ചെയ്യാറുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുമ്പോൾ മസിൽസ് സ്ട്രെച്ച് ആവുകയും തിരിച്ച് നോർമലായിട്ട് റിലാക്സ് ആവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഈ മസിൽസ് സ്ട്രെച്ച് ആയതിനു ശേഷം റിലാക്സ് ആവേണ്ടതിന് പകരം ഇവർ കോൺട്രാക്റ്റ് ആയി പോകും, അതായത് ചുരുങ്ങിപ്പോവും. അങ്ങനെ ചുരുങ്ങിപ്പോകുന്ന സമയത്ത് അവിടെയുള്ള ബ്ലഡ് വെസൽസ്, അതായത് രക്തക്കുഴലുകൾക്കോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഞരമ്പുകൾക്കൊക്കെ ഒരു കംപ്രഷൻ ഉണ്ടാവും അല്ലെ. കോൺട്രാക്ട് ചെയ്ത് ചുരുങ്ങി കിടക്കുമ്പോൾ അതിൻ്റെ മുകളിലോ സൈഡിലോ ഒക്കെ ആയി കിടക്കുന്ന വെസൽസിനും ടിഷ്യൂസിനൊക്കെ ഒരു കംപ്രഷൻ ഉണ്ടാവും. അതുകൊണ്ട് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അവിടെ അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നീർക്കെട്ടെന്ന് പറയുന്നത്. നമുക്ക് സാധാരണ നമ്മൾ അമിതമായി നമുക്ക് ശീലമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുമ്പം, അല്ലെങ്കിൽ കഴുത്ത് ഒരു ഭാഗത്ത് തന്നെ വെച്ച് നമ്മൾ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുള്ള ഒരു തലാണി വെച്ചിട്ട് രാത്രി മുഴുവൻ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ കൈ ഒരു പ്രത്യേക രീതിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക, പിന്നെ പെട്ടെന്ന് വെയിലത്ത് പോയിട്ട് തിരിച്ചു വന്നപാട് തലയിലോ അല്ലെങ്കിൽ ദേഹത്തോ നല്ല തണുത്ത വെള്ളം കൊണ്ട് കുളിക്കുക, അമിതമായി നമ്മൾ AC-യിൽ ഇരിക്കുക, പിന്നെ അങ്ങനെയുള്ള പല പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഈ മസിൽസ് സ്ട്രെച്ചായിട്ട് റിലാക്സ് ആവാണ്ട് കോൺട്രാക്ട് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നീർക്കെട്ട് ഉണ്ടാവാനുള്ള പല കാരണങ്ങളാണ്. മാത്രമല്ല, നമ്മൾ ശക്തിയായി തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിബ്സ്, അതായത് അവിടെ ഉണ്ടാവുന്ന മസിൽസിനോ ഫേഷ്യക്കോ ഇതുപോലെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അവിടെ നീർക്കെട്ട് കൊണ്ട് നമുക്ക് നെഞ്ചുവേദനയും നല്ല സിവിയറായിട്ടുള്ള നെഞ്ചുവേദന ഒക്കെ നമുക്ക് പിന്നെ ചുമക്കുന്ന സമയത്ത് ഒരു വേദന വരുന്ന പോലൊക്കെ ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് നമ്മുടെ നടുവിലോ കഴുത്തിലോ ഈ നമ്മുടെ എല്ലുകളുണ്ടല്ലോ, ബാക്ക് ബോൺസ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്കുള്ള തേയ്മാനങ്ങളൊക്കെ കൊണ്ടോ അല്ലെങ്കിൽ ഓസ്റ്റിയോഫൈറ്റ് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രോത്ത് ഒക്കെ കൊണ്ട് അവിടെ ചുറ്റും ഉണ്ടാകുന്ന ടിഷ്യൂസിന് ഇതുപോലെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അത് കാരണം കൊണ്ട് അവിടെ നീർക്കെട്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് നമുക്ക് കൈയിന് ഫുൾ വേദനയാണ്, തരിപ്പാണെന്നൊക്കെ. പക്ഷേ ഇവിടെയൊക്കെ ചൂട് വെക്കുന്ന സമയത്ത്, നമുക്ക് കഴുത്തിനൊക്കെ ചൂട് വെക്കുന്ന സമയത്ത് ഈ കൈവേദന പോവാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഇവിടെയുള്ള മസിൽസ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുകയോ അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ വശം വെച്ച് നമ്മൾ കിടക്കുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന മസിൽസിൻ്റെ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫേഷ്യക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ആ കാരണം കൊണ്ട് അവിടെ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്തിട്ട് താഴോട്ട് വരുന്ന നമ്മുടെ ഞരമ്പിനൊക്കെ കംപ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ചില സമയത്ത് നമുക്ക് കൈവേദനയൊക്കെ വരുന്നത് അല്ലേ. ഇതാണ് നമ്മൾ നീർക്കെട്ട് അല്ലെങ്കിൽ നീരിറക്കം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് തലനീരിറക്കം എന്ന് പറയാറുണ്ടല്ലേ. നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന തൊണ്ടവേദന അല്ലെങ്കിൽ ചില സമയത്ത് വരുന്ന ജലദോഷം, അതൊക്കെ നീർക്കെട്ട് കാരണമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ പലരും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഈ തലനീരിറക്കം? സാധാരണ നമ്മുടെ ശരീരത്തിൽ വാതം, പിത്തം, കഫം ഇങ്ങനെ മൂന്ന് പേരിലുള്ള മൂന്ന് ദോഷങ്ങളുണ്ട്. ഇവരെ ത്രിദോഷങ്ങൾ എന്ന് പറയും. സാധാരണ രീതിയിൽ ഈ ത്രിദോഷങ്ങൾ നോർമൽ അവസ്ഥയിൽ വെച്ചാൽ കോപിച്ചിരിക്കാത്ത അവസ്ഥയിൽ, അവരുടെ നോർമലായിട്ടുള്ള അവസ്ഥയിൽ അവരുടെ നമ്മുടെ ദേഹധാരണം, അതായത് ശരീരത്തിന് ഉള്ള ബലവും ശരീരത്തിൻ്റെ
പല പല ആക്ടിവിറ്റീസിന് ഇവർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഈ ത്രിദോഷങ്ങൾ. പക്ഷേ നമ്മുടെ ചില ആഹാരവിഹാരങ്ങളും ചില കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ കൊണ്ട് ഇവർ കോപിക്കാൻ സാധ്യതയുണ്ട്. ചില സമയത്ത് ഇവർ കോപിക്കും, ഒരുപാട് അവസ്ഥയിൽ കൂടുകയോ ഇവർക്ക് വേണ്ട ആ ഒരു നോർമൽ അവസ്ഥയിൽ നിന്നും കൂടുകയോ അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് നിന്നും അവർ വേറെ സ്ഥാനത്തേക്ക് പോയിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർ കോപിച്ചിട്ട് ഇവർ പല രോഗങ്ങളും പല രോഗലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ശിരസിൽ കഫത്തിൻ്റെ ഒരു സ്ഥാനമാണ്. നമ്മൾ ശരീരത്തിൽ 5 ടൈപ്സ് ഓഫ് കഫങ്ങളുണ്ട്. അപ്പോൾ 5നും വേറെ വേറെ സ്ഥാനങ്ങളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്ന് നമ്മുടെ ശിരസിൽ നിൽക്കും. ശിരസിൻ്റെ പാളികളിൽ ചെറുതായിട്ടൊരു കോട്ടിങ് പോലെയായിട്ട് നിൽക്കാറുണ്ട്. ഓക്കെ, ഒരു ലൂബ്രിക്കേഷനൊക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കഫം നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ചില പ്രവൃത്തികൾ കൊണ്ട് ഈ കഫം കോപിച്ചിട്ട് അതിൻ്റെ ഒറിജിനൽ അവസ്ഥയിൽ നിന്നും അവർ ദ്രവരൂപം സ്വീകരിക്കും. അതായത് കഫത്തിന് ഒരു സെമി സോളിഡ് അങ്ങനെയുള്ളൊരു നേച്ചറാണ് അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് കട്ടിയുമല്ല ഒരുപാട് ജലരൂപത്തിലല്ലാത്തൊരവസ്ഥയിലാണ് കഫം ഉണ്ടാവൽ നോർമലായിട്ട്. പക്ഷേ നമ്മുടെ പല ആക്ടിവിറ്റീസ് കൊണ്ട് നമ്മുടെ വിരുദ്ധ ആഹാരം കൊണ്ടോ അല്ലെങ്കിൽ വിഹാരങ്ങൾ കൊണ്ടോ ഈ കഫം തലയിലിരിക്കുന്ന ഈ കഫം ഉണ്ടല്ലോ ഇത് ദുഷിച്ചിട്ട് ഇത് ദ്രവരൂപം സ്വീകരിക്കുകയും അത് അതിൻ്റെ സ്ഥാനത്ത് നിന്നും താഴോട്ട് ഇറങ്ങി വന്നിട്ട് മറ്റ് പല സ്ഥലങ്ങളിൽ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കും. അത് കണ്ണിലാവാം, ചെവിയിലാവാം, നമ്മുടെ തൊണ്ടയിലാവാം, കഴുത്തിലാവാം, നമ്മുടെ സൈനസിലാവാം. അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് അവരവിടെ കൂടി നിൽക്കുകയും പല പല രോഗലക്ഷണങ്ങളും ഉണ്ടാക്കും. അപ്പോൾ ഇതാണ് നമ്മൾ തലനീരിറക്കം എന്ന് പറയുന്നത്. തലയിലുണ്ടാവുന്ന നീര് അതിൻ്റെ ഒറിജിനൽ ആ സൈറ്റിൽ ഒന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ തലനീരിറക്കം കഫദോഷം കൊണ്ടുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തലനീരിറക്കം വരുന്നത്? എന്താണ് അതിൻ്റെ മെയിൻ കാരണങ്ങൾ? നമ്മൾ ഒരുപാട് വെയിലത്ത് നിന്നും പെട്ടെന്ന് നമ്മൾ വീട്ടിൽ വന്ന ശേഷം ഫ്രിഡ്ജ് തുറക്കുകയും തണുത്ത വെള്ളം കുടിക്കുക. പിന്നെ തല ഒന്ന് ഭയങ്കര ചൂടായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് വേർതിരിക്കുന്ന സമയത്ത് പോയി നല്ല പച്ചവെള്ളത്തിൽ ഷവറിന് കീഴിൽ നിന്നിട്ട് ഒരുപാട് കുളിക്കുക. പിന്നെ AC-യിൽ ഒരുപാട് നേരം നമ്മൾ ചെലവഴിക്കുക. രാത്രി ഫാന് ഭയങ്കരമായിട്ട് ഇങ്ങനെ കറക്കുക. ഭയങ്കരമായിട്ട് വെച്ചാൽ ചിലവർക്ക് അത് പറ്റുമായിരിക്കും, ചിലവർക്ക് പറ്റില്ല, ഇങ്ങനെ കറക്കുക. പിന്നെ ഈ തണുപ്പുള്ള സമയത്ത് ഒരുപാട് തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുക. അമിതമായ മധുരം, എരിവ്, പുളി, ഉപ്പ് ഇവർ അമിതമായ രീതിയിൽ നമ്മൾ കഴിക്കുക. പിന്നെ നമ്മൾ കുളിച്ചതിന് ശേഷം നമ്മൾ തലയിൽ എണ്ണ തേച്ചിട്ട് വെയിലത്ത് ഇറങ്ങി ചെല്ലുക, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോവുക. അപ്പം ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമ്മളെ ശിരസിലിരിക്കുന്ന കഫം കോപിച്ചിട്ട് തലനീരിറക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മളെ സൈനസിലും തലയിൽ ഇവിടെ പിരികത്തിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് സ്പേസ് ഉണ്ട് ബോൺസിൻ്റെ അകത്ത്. അപ്പോൾ അവിടെയൊക്കെ വന്നിട്ട് അടിഞ്ഞുകൂടിയിരിക്കുമ്പോൾ അത് സൈനസൈറ്റിസ് ആവാനും തലവേദനയും മൂക്കിൻ്റെ ഇവിടെയൊക്കെ മൂക്ക് ബ്ലോക്ക് ആവാനൊക്കെ കാരണമാണത്. മാത്രമല്ല ഇവർ ചെവിയിൽ വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചെവി വേദനയും ചെവി ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തൊണ്ടയിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ ഇൻഫ്ലമേഷനും തൊണ്ടവേദനയും നമുക്ക് ഉമിനീരിറക്കാനും ഭക്ഷണങ്ങൾ ഇറക്കാനും ഉള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ചുമ, ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതുകൊണ്ട് തലനീരിറക്കം കൊണ്ട് ഉണ്ടാവാറുണ്ട് അല്ലേ. ചില സമയത്ത് നമുക്ക് കഴുത്തിലും ഈ ഷോൾഡറിലൊക്കെ നമുക്ക് പെയിൻ വരാറുണ്ട് തലനീരിറക്കം കൊണ്ട്. പിന്നെ ചില ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് തലനീരിറക്കം കൊണ്ട് ജലദോഷം ഉണ്ടാവാറുണ്ട്. അതിന് മെയിനായിട്ട് പറയുന്ന റീസൺ എന്ന് വെച്ചാൽ സന്ധ്യാസമയങ്ങൾ, അതായത് രാത്രി സമയങ്ങളിൽ നമ്മൾ തല കുളിക്കുകയും തല നന്നായിട്ട് തോർത്താതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് മുടിയുള്ള ആളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മൾ ഇതുപോലെ സന്ധ്യാസമയങ്ങളിലൊക്കെ കുളിച്ചിട്ട് തലയൊന്നും നല്ല വൃത്തിക്ക് ഉണക്കാൻ പറ്റാതിരുന്നാൽ തലനീരിറക്കത്തിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാണ് തലനീരിറക്കം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നീർക്കെട്ട്, നീരിറക്കം, തലനീരിറക്കം ഈ വേർഡ്സിൻ്റെ ഒക്കെ മീനിങ് മനസ്സിലായിട്ടുണ്ടാവും. ഇതെങ്ങനെയൊക്കെയാണ് വരുന്നത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്ത ഞാൻ പറയുന്നത്. അപ്പം നീർക്കെട്ട്, അതായത് ഇൻഫ്ലമേഷനൊക്കെ വരികയാണെങ്കിൽ നമ്മളിപ്പം അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി അല്ലെങ്കിൽ നേച്ചുറോപ്പതി ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതായത് ഇൻഫ്ലമേഷൻ നീര് കുറക്കാനുള്ള മരുന്നുകൾ അകത്തേക്ക് കഴിക്കണം. പിന്നെ അത് സംബന്ധിച്ച് നമുക്ക് വേദനയുണ്ടാവും. അപ്പോൾ വേദന കുറക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ നമ്മൾ കഴിക്കേണ്ടതുണ്ട് അല്ലേ. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ ആ സ്ഥലത്ത് ഇപ്പം നടുവിലാണെങ്കിൽ അവിടെ, കഴുത്തിലാണെങ്കിൽ അവിടെ, സ്പെഷ്യൽ എവിടെയെങ്കിലും ജോയിൻസിലാണെങ്കിൽ അവിടെ. അപ്പോൾ അവിടെ നമ്മൾ ഫോമൻറ്റേഷൻ, അതായത് ചൂട് കൊടുക്കുകയും അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൻമെൻറ്റോ ജെല്ലോ, ചില പെയിനും ഈ നീരും കുറക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ജെല്ലോ ഓയിൻമെൻറ്റോ ഒക്കെ കൊണ്ടുള്ള മസാജ് ചെയ്യുകയാണെങ്കിൽ ഇത് കുറയുകയും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് കഴിക്കുകയാണെങ്കിൽ ഇത് കുറയുകയും ചെയ്യും.
അത് നീരിൻ്റെ കാര്യം, ഇൻഫ്ലമേഷൻ്റെ കാര്യം. ഇനി തലനീരിറക്കത്തിന് പറയുന്നത് വെച്ചാൽ യുക്തമായ എണ്ണ. എല്ലാ എണ്ണയും എല്ലാവർക്കും ചേരില്ല. ഇപ്പം നമുക്ക് തലനീരിറക്കം ഇടയ്ക്കിടയ്ക്കുള്ള ജലദോഷത്തിനൊക്കെ നമുക്ക് അസന വിൽവാദി എണ്ണ, തുളസി സ്വരസാദി എണ്ണ, അസ്തമാൻറ്റി ഓയിൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് എണ്ണകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എനിക്ക് ചേരുന്ന, എൻ്റെ ശരീരത്തിന് ചേരുന്ന എണ്ണ വേറൊരാൾക്ക് ചേർന്നെന്ന് വരില്ല. കാരണം നമ്മുടെ ആയുർവേദ വിധി അനുസരിച്ച് ഓരോ ആളുടെ ശരീരവും വേറെ വേറെയാണല്ലേ. അപ്പോൾ ചിലപ്പം നമ്മൾ ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾക്ക് ഏത് എണ്ണയാണ് നമുക്ക് സൂട്ടാവുക എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. ഇപ്പം കറ്റാർവാഴയും ഭൃംഗരാജിയും ഒക്കെ ഇട്ടിട്ടുള്ള, അതൊക്കെ തലക്ക് തണുപ്പ് നൽകുന്ന സാധനമാണ്. ആ എണ്ണയൊക്കെ ഇട്ടിട്ട് കാച്ചിയ എണ്ണ ചിലപ്പം എനിക്ക് അത് സൂട്ടാവുമായിരിക്കും, എനിക്ക് തൊണ്ടവേദന ഒന്നും വരില്ലായിരിക്കാം. പക്ഷേ അത് വേറൊരാൾക്ക് തേക്കുന്ന സമയത്ത് ഇടയ്ക്ക് ജലദോഷവും തൊണ്ടവേദന ഒക്കെ വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ തലനീരിറക്കത്തിൻ്റെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ എപ്പോഴും എണ്ണയൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രം എണ്ണകളൊക്കെ സെലക്ട് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങാം. അപ്പോൾ ഒന്ന്, നമുക്ക് കൃത്യമായ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഈ തലനീരിറക്കത്തിൻ്റെ പ്രശ്നം കുറക്കാം. രണ്ടാമത് ലേപം. എന്ന് വെച്ചാൽ രാസനാദി ലേപം, കച്ചൂരാദി ലേപം, അങ്ങനെയുള്ള പല പല ലേപങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ലേപങ്ങൾ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ മോരിലോ ഒക്കെ ചാലിച്ച് നമുക്ക് അതും ഉപയോഗിക്കാം ഈ തലനീരിറക്കത്തിൻ്റെ പ്രശ്നത്തിന്. അതും നമ്മളൊരു വൈദ്യസഹായത്തിന് ശേഷം മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇതുപോലെ തലനീരിറക്കത്തിനും നമ്മൾ ചില അവസ്ഥകളിൽ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഇൻറ്റേർണൽ മെഡിക്കേഷനും കഷായങ്ങളും അങ്ങനെയൊക്കെ എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. പിന്നെ പഞ്ചകർമ്മയിലുള്ള നസ്യം, വമനം, അതൊക്കെ ഈ കഫം കൂടിയിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ നസ്യം, വമനം, വിരേചനമൊക്കെ തലനീരിറക്കത്തിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ ഒരു പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ശരീരഘടനയ്ക്കനുസരിച്ച് നമ്മുടെ ഏത് ദോഷമൊക്കെയാണ് എങ്ങനെ പ്രകോപിച്ചിട്ടുള്ളതെന്നനുസരിച്ചിട്ട് നമ്മളുടെ ബോഡി കണ്ടീഷനും നമ്മളുടെ ഡിസീസ് കണ്ടീഷനും പിന്നെ കാലാവസ്ഥയൊക്കെ എങ്ങനെയാണെന്ന് ഉള്ള രീതിയിൽ കണ്ടിട്ട് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ നിർദ്ദേശപ്രകാരം മാത്രം സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ തലനീരിറക്കം കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ എന്നേക്കുമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ എണ്ണ ഇതൊക്കെ തേക്കുന്നതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പുറത്തുനിന്ന് വന്നപാട് പെട്ടെന്ന് തന്നെ തലയിൽ വെള്ളം ഒഴിച്ച് കുളിക്കാതിരിക്കുക, കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യുക, വേർപ്പൊക്കെ ആറിയ ശേഷം മാത്രം കുളിക്കുക. പിന്നെ കുളിച്ചതിന് ശേഷം എണ്ണ തേച്ചിട്ട് വെയിലത്ത് കളിക്കാൻ പോവുകയോ അല്ലെങ്കിൽ വെയിലത്ത് ഇറങ്ങിപ്പോവുകയോ ഒന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നത് ഒരുപാട് അമിതമായ എരിവ്, പുളി, ഉപ്പ്, ഓയിൽ വറുത്ത് അതൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ തീരെ അതൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ അങ്ങനെ വെറും പുഴുങ്ങിയത് മാത്രം അങ്ങനെ കഴിക്കണം എന്നല്ല, എല്ലാം കഴിക്കണം. പക്ഷെ അവരവരുടെ ശരീരത്തിന് ചേരുന്ന രീതിയിലൊക്കെ കഴിക്കുക. പിന്നെ അമിതമായ മസാല അതൊക്കെ ഒന്ന് കുറക്കാം. പിന്നെ ചൂടുള്ള സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് തണുത്ത വെള്ളം കുടിക്കുന്ന അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഒന്ന് കുറക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ നീർക്കെട്ട്, തലനീരിറക്കം കൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തംസപ്പ് തരിക. ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.